കൊന്നിച്ചോ സുഹൃത്തുക്കളെ, ഞാൻ നിങ്ങളുടെ സ്വന്തം എക്സ്ട്രാ കോമിക്. നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് ബ്ലാക്ക് ക്ലൗഡിന്റെ ചാപ്റ്റർ 307 ആയിരിക്കും. സോ നിങ്ങൾ ഈ പേജ് ആദ്യമായിട്ടാണ് വരുന്നെങ്കിൽ നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. അതേപോലെ തന്നെ ബ്ലാക്ക് ക്ലൗഡിന്റെ പ്രീവിയസ് ആയിട്ട് എല്ലാ വീഡിയോസും കണ്ടെന്ന് എന്തായാലും ഉറപ്പുവരുത്തണം. സോ കഴിഞ്ഞ വീഡിയോയിൽ കറക്റ്റ് ആയിട്ട് പറഞ്ഞ 4 പേരുടെ പേരുകളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സോ ഇതുപോലെ നിങ്ങളുടെ പേരും വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് കറക്റ്റ് ആയിട്ട് പറഞ്ഞാൽ മാത്രം മതി. അങ്ങനെ നമ്മുടെ ചാപ്റ്റർ തുടങ്ങുന്നത് സെനോനെ അതേപോലെ ഒരു ഡെവിലിനെ കാണിച്ചുകൊണ്ടാണ്. സെനോനോട് പറയുന്നുണ്ട്, എനിക്ക് ഒരു ഡെവിലിന്റെ ഹൃദയം വേണം. ഇത് കേട്ട ഡെവിൽ ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഹൃദയമോ? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നീ എനിക്ക് പകരമായിട്ട് എന്ത് തരാനാണ് ഉദ്ദേശിക്കുന്നത്? എല്ലാം തന്നെ തരാനാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കോൺട്രാക്ടിന്റെ ഉള്ളിൽ സ്പേറ്റ് കിങ്ഡത്തിന് ഒന്നും തന്നെ പറ്റിയാലെന്ന് നീ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്റെ സോളും എന്റെ ജീവനും എല്ലാം തന്നെ നിനക്ക് തന്നേക്കാം. ഇത് കേട്ടുകൊണ്ട് ആ ഒരു ഡെവിലി നമ്മുടെ സെനോന് അത് കൊടുക്കാതെ സമ്മതിക്കുവാണ്. എന്നിട്ട് സെനോൻ അലനെ കണ്ടുകൊണ്ട് പുള്ളിക്കാരന്റെ പുതിയ പവർ അവേക്കൻ ചെയ്യും. ആ സ്പോട്ടിൽ തന്നെ നമ്മുടെ യൂണോയ്ക്ക് എന്തോ ഒരു പന്തുകേട് മനസ്സിലായി. പുള്ളിക്കാരന് മനസ്സിലായി ഇവിടെ എന്തോ ഒക്കെ സംഭവിക്കുന്നുണ്ടെന്ന്. താഴെ വീണ് കിടന്ന നമ്മുടെ സെനോൻ പുള്ളിക്കാരന്റെ പുതിയൊരു ഫോമിൽ അവിടെ നിന്ന് എഴുന്നേക്കുവാണ്. യൂണോവ പറയുന്നുണ്ട്, ഇത് പണ്ടത്തെ പോലെ തന്നെ, ഇത് അവനെ പോലെ തന്നെ അതേ ഫീലിംഗ്. ഞാനും അങ്ങനെ ഒരു ഡെവിൽ ഹെഡ് അക്വയർ ചെയ്ത് കഴിഞ്ഞു. ഇനി എന്റെ സ്ട്രെങ്ത് നീയൊന്ന് ഊഹിക്കുന്നതിലും അപ്പുറമായിരിക്കും. ലാംഗ്രസ് അപ്പൊ മനസ്സിലാലോചിക്കുന്നുണ്ട്, ഇത് എന്തുവാണ്? ഒന്നാമത് അവന് ഡെവിലിന്റെ പവേഴ്സ് ഉണ്ട്, അതിനിടക്ക് അവന് ഡെവിലിന്റെ ഹേറ്റും കിട്ടി. ഇനി അവനെ മനുഷ്യനെ വിളിക്കാൻ പോലും പറ്റത്തില്ല. അവൻ പൂർണ്ണമായിട്ടും ഒരു ഡെവിലായി മാറിയിരിക്കുന്നു പറയാൻ നിർത്തി നമ്മുടെ യൂണോ സെനോനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി പോകും. പക്ഷെ പെട്ടെന്ന് തന്നെ യൂണോയുടെ ചുറ്റും ഒരു ക്യൂബ് വരും. ആ ക്യൂബിന്റെ അകത്തായിട്ട് ഒത്തിരി അധികം ബോൺസ് പ്രത്യക്ഷപ്പെടും. എന്നിട്ട് നിർത്താതെ നമ്മുടെ യൂണോനെ അറ്റാക്കും ചെയ്യുന്നുണ്ട്. കുറെയൊക്കെ ബ്ലോക്ക് ചെയ്യുന്നുണ്ടെങ്കിലും പുള്ളിക്കാരന് എല്ലാം തന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റിയില്ല. ആ ബോൺസിന്റെ എണ്ണം അത്രയ്ക്ക് ഉണ്ടായിരുന്നു. യൂണോയ്ക്ക് നന്നായിട്ട് തന്നെ അറ്റാക്ക് വേൽക്കും. ഒരു നിമിഷം മുമ്പ് നീ ഒരു ആരോ വിട്ടായിരുന്നല്ലോ, അത് നിന്റെ കോമ്രാഡിന്റെ മേത്ത് കൊള്ളാതിരിക്കാൻ വേണ്ടി നീ ജസ്റ്റ് ഒന്ന് ചരിച്ചില്ലേ, അതുകൊണ്ടാണ് എന്റെ ഹൃദയത്തിൽ അത് തൊടാഞ്ഞത്. നീ അവിടെ വെച്ച് അവനെ കുറിച്ച് ഓർക്കാതെ അവന്റെ മേത്ത് കൂടെ അത് അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ അതെന്റെ ഹൃദയത്തിൽ കൊണ്ട് ഞാൻ ഉറപ്പായിട്ടും മരിച്ചു പോകുമായിരുന്നു. പക്ഷെ ഇവിടെ ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്നിട്ട് തന്നെ ബോൺ മാജിക് യൂസ് ചെയ്ത് യൂണോനെ അറ്റാക്ക് ചെയ്ത് ദൂരത്തേക്ക് പറത്തി വിടുന്നുണ്ട്. യൂണോ ആ ക്യാസിലും പൊട്ടിച്ച് പുറത്തേക്ക് പോയി. ലാംഗ്രസ് എപ്പോഴും അവിടെ തന്നെ നിൽപ്പുണ്ടായിരുന്നു. സെനൻ പറയുന്നുണ്ട്, നീ പിന്നെയും എന്റെ മുമ്പിലേക്ക് വന്നോ? നിനക്കൊന്നും മര്യാദക്ക് മരിക്കാൻ പോലും പറ്റുന്നില്ല, വീണ്ടും വീണ്ടും എന്തിനാണ് എന്റെ മുമ്പിലേക്ക് വരുന്നത്? നിന്റെ കഷ്ടപ്പാട് ഞാനിപ്പോ തീർത്തു തരാമെന്ന് പറഞ്ഞുകൊണ്ട് സെനോൻ നമ്മുടെ ലാംഗ്രസിനെ അറ്റാക്ക് ചെയ്യും. പക്ഷെ നമ്മുടെ ഫിൻറൽ അവിടേക്ക് വന്ന് അവനെ ടെലപ്പോർട്ട് ചെയ്ത് സെനോന്റെ പുറകിലേക്ക് കൊണ്ടുപോകും. എന്നിട്ട് വിളിക്കുന്നുണ്ട്, ബ്രദർ ലാംഗ്രസ് എങ്ങനെയുണ്ട് ഇപ്പൊ? നീ എന്തുവാണ് ഇവിടെ ചെയ്യുന്നത്? നീ എന്നെ വീണ്ടും റെസ്ക്യൂ ചെയ്യാൻ വന്നതാണോ? അല്ല, നീ അവനെ കണ്ടോ? അവൻ ഞങ്ങളുടെ ക്യാപ്റ്റനെ അവന്റെ സ്പെഷ്യൽ മാജിക് യൂസ് ചെയ്ത് എടുത്തുകൊണ്ട് പോകുന്നത് ഞാൻ കണ്ടിരുന്നു. അവനെ പോലെ ഒരുത്തന്നെ എനിക്ക് അങ്ങനെ വെറുതെ വിടാൻ പറ്റുമെന്ന് ചോദിക്കാൻ നേരത്തെ തന്നെ സെനോൻ അവരുടെ ചുറ്റിനും ഒരു ക്യൂബ് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ യൂണോനെ അറ്റാക്ക് ചെയ്ത പോലെ ഒരു അറ്റാക്കും ചെയ്യാൻ പോകും. എന്നാൽ അപ്പോൾ തന്നെ നമ്മുടെ ഫിൻറൽ ലാംഗ്രസിന്റെ മേത്ത് തൊട്ടിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ടെലപ്പോർട്ട് ചെയ്ത് മാറുകയും ചെയ്യും. സെനോന്റെ ആബ്സലൂട്ട് സ്പേസിന്റെ അകത്ത് ലാംഗ്രസിന്റെ മാനസോൺ കാരണം അവിടെ സ്പെൽസ് ഒക്കെ ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഫിൻറലിനാകട്ടെ ടെലപ്പോർട്ടേഷൻ നന്നായിട്ടുണ്ട്. അവന്റെ ടെലപ്പോർട്ടേഷൻ ആകട്ടെ വളരെ നന്നായിട്ട് ആക്യുറേറ്റും ആണ്. എന്നിട്ട് പുള്ളിക്കാരൻ പറയുന്നുണ്ട്, ഈ ഒരു സമയത്ത് നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ഫൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കും. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവരുടെ കൈകൾ ചേർത്ത് പിടിച്ച് ആ ഒരു മാനസോന്റെ അകത്ത് നിന്ന് അടുത്ത അറ്റാക്ക് ചെയ്യാൻ പോകുന്ന കാണിച്ചു കൊണ്ടാണ് ഈ ചാപ്റ്റർ അങ്ങനെ ഇവിടെ അവസാനിക്കുന്നത്. സോ നാളത്തേക്കുള്ള ചോദ്യം ഇതാ പിടിച്ചോ. നമ്മുടെ നാച്ചിന് കുറച്ച് ഡെവിൾസുമായിട്ട് കോൺട്രാക്ട് ഉള്ള കാര്യം നമുക്കറിയാം. സോ അതിനകത്ത് ഏതെങ്കിലും 2 ഡെവിൾസിന്റെ പേര് താഴെ കമന്റ് ചെയ്ത് പറഞ്ഞാൽ മാത്രം മതി.